അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വിജയദശമി ദിനത്തിലെ നമ്മളെ ഉച്ച വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ അപ്പോൾ നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയൂണിൻ്റെ ആ ഒരു വിഭവങ്ങൾ തയ്യാറാക്കലാണ്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ യൂസുഫ് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലത്തെ വെച്ചാൽ പിന്നെ നമ്മൾ പുസ്തകം പൂജ എടുപ്പ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നേദിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ എഴുത്തും വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ തുടങ്ങി വെച്ചു. നമ്മളിപ്പോൾ ഇനി നമുക്ക് നമ്മളെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. മറ്റ് നമ്മളെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ചെറിയ ഉള്ളി അതിലേക്കുള്ള, അതായത് കറി ഉണ്ടാക്കാനുള്ള, അപ്പോൾ അത് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ചെറുത്. നമ്മൾ കറിക്ക് ആയതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ തിരഞ്ഞ് വാങ്ങിയതാണ്. അപ്പോൾ അത് നന്നാക്കണം അമ്മ. പിന്നെ അമ്മയാണ് നന്നാക്കുക. ആദ്യം അതാണ്. അപ്പം ഇന്ന് നമ്മളെ വിജയദശമി ദിനത്തിലെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ സാമ്പാർ, പിന്നെ അതായത് ചെറിയ ഉള്ളി സാമ്പാർ, പിന്നെ നമുക്ക് സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മളെ പായസം തന്നെയാണ്. പിന്നെ പാവയ്ക്കേണ്ടുള്ള മെഴുക്ക് വരട്ടി അത് ഉണ്ടാക്കാണ്ട്. ഇന്ന് പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഒക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങൾ. ഉള്ളി ഒക്കെ ഇതാ. ഇനിയിപ്പോൾ നമുക്ക് ആ വലിയ ഉള്ളി കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെറുതായി കൊടുക്കാം. ഒക്കെ ഓരോന്നൊരു പകുതിയാക്കി കൊടുക്കാം. പിന്നെ എളുപ്പം വേവും ചെയ്യും. ഇനി നമുക്ക് ഇതാ പരിപ്പ്, അത് വെള്ളത്തിൽ കുതിർത്ത് നമുക്ക് പരിപ്പ് ആദ്യം വേവിക്കാം. അത് ആദ്യം ചെയ്തേക്കണം. അത് മൺചട്ടി തന്നെയാണ്. ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ണങ്ങൾ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. പിന്നെ ഇപ്പോൾ ഇതാ അതവിടെ വേവട്ടെ. അതിൻ്റെ ഇടയിലേക്ക് ഇനി അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ, നമുക്ക് കിഴങ്ങുണ്ട്, ഒരു കിഴങ്ങ്, പിന്നെ തക്കാളി, ചെറിയ 2 തക്കാളി എടുക്കുന്നുണ്ട്. അത് ഇവിടെ ഒക്കെ നുറുക്കി കഴിഞ്ഞു. ഇത് കഴുകി നുറുക്കിയതാണ്. ഇനി നമുക്കിതാ തേങ്ങ അത് അരച്ചെടുക്കാണ്ട്. നമുക്ക് ഇതാ മല്ലിപ്പൊടിയും ചേർത്തിട്ട് അത് അവിടെ അരച്ച് വെക്കാം. പരിപ്പ് ദാ ഏറെക്കുറെയൊക്കെ വെന്ത് വരുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ ആ കഷ്ണങ്ങൾ, നുറുക്കി വെച്ച കഷ്ണങ്ങൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒന്നിങ്ങനെ വെന്ത് വരുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ. അപ്പോൾ അതും ചേർത്തു. അടച്ചു വെച്ച് വേവിച്ചിരുന്നു. അത്യാവശ്യം നല്ല പോലെ തന്നെ വെള്ളമൊക്കെ പാകമാണ്. ഇനി അതിലേക്ക് പുളി പിഴിയണം. അതിപ്പോൾ ഏതായാലും പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിഴിയാണ്. നമ്മൾ 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ അരച്ചു വെച്ചത് നമ്മൾ സാമ്പാർ പൊടി ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ കറിവേപ്പില അത് ചേർത്തു. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും. പിന്നെ കായം നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല. അമ്മയ്ക്ക് പൊതുവെ അതിൻ്റെ ആ ഒരു ചുവ പറ്റുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് പായസം ഇനിയിപ്പോൾ അത് നോക്കാം. ഇനി പാല്, നമ്മൾ തേങ്ങാപ്പാൽ, 1-ാം പാല്, അത് കഴിഞ്ഞ് 2-ാം പാലും എടുത്ത് വെക്കണം. ഇതാ ഉണങ്ങല്ലരി, അതായത് പായസത്തിനുള്ള അത് കഴുകിയതാ. നമ്മൾ അത് വേവിച്ചെടുത്ത് ശർക്കര നമ്മളിതങ്ങനെ പൊടിച്ചിട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ചുരണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സാധാരണ നമ്മളിത് പിന്നെ ഉരുക്കിയിട്ടാണല്ലോ ചേർക്കുക. ഉരുക്കി ചേർക്കാം. ഞാൻ പിന്നെ ഇതിങ്ങനെ ചേർത്തു മാത്രം. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ 2-ാം പാൽ ഒഴിച്ചു. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. പിന്നെ ആ ശർക്കര ഒരു കുറച്ച് കറുത്ത കളറിലെ ശർക്കരയാണ്. അതാണ് അങ്ങനെ ഒരു പായസത്തിൻ്റെ കളറ്.
ഇനിയിപ്പോൾ ഇതാ അത് നല്ലപോലെ വേവിച്ച് കുറുക്കി രണ്ടാം പാലിൽ ഇതാ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏലക്കായ ലേശം പൊടിച്ചിട്ടിട്ടുണ്ട്, ജീരകം വേണമെങ്കിൽ പൊടിച്ചിടാം, പക്ഷേ അത് ഇട്ടിട്ടില്ല ഏലക്കായ. പിന്നെ ഇപ്പോൾ ഇതാ നെയ്യിൽ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഇതിപ്പോൾ വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് നമുക്ക് ഇടാം, വറുത്തിടാം, അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്കിത് ഇന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഊണഴിക്കായി സമയമായി. അപ്പോൾ നമ്മളെ വിജയദശമി ദിനത്തിലെ ഉച്ചയൂണ് ഏതായാലും അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ നമ്മളെ ചെറിയ ഉള്ളി സാമ്പാർ നല്ല അങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട്, കറിയൊക്കെ പറ്റ കുറുകി വന്നു. ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇതാ മെഴുക്കുവരട്ടി കൊടുക്കാം, പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഇത്രയും വിഭവങ്ങളുള്ളൂ. നമ്മൾ ചോറും ഈ ഒരു സാമ്പാറും മെഴുക്കുവരട്ടിയും പപ്പടം കാച്ചിയതും, പിന്നെ കാര്യമായിട്ട് നമുക്ക് പായസം ഉള്ളതല്ലേ, അപ്പോൾ ഇത് ഇത്രയുള്ളത് ഇന്ന്. പിന്നെ ഇപ്പോൾ ഇന്ന് ഇതിക്ക് നമുക്ക് തൈരുണ്ട്, തൈര് പറ്റിയതാണ്, അല്ലെങ്കിൽ മോര്. ലേശം തൈര് അതുകൂടി ഒഴിക്കാം. അപ്പോൾ ഊണൊഴുക്കൽ നമ്മൾ ചോറുണ്ണൽ ഒക്കെ കഴിഞ്ഞ് പിന്നെ പായസം നല്ല നല്ല പോലെ തന്നെ കുറുകിയിട്ടുണ്ട്. പിന്നെ അധികം ഇല്ല, ഇന്ന് വളരെ കുറച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ആ പാത്രത്തിൽ കാണുമ്പോൾ അങ്ങനെ കുറച്ച് അധികം ഉള്ള പോലെ തോന്നുന്നു, അത്രയേ ഉള്ളൂ, അധികമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ന്. നല്ല ഉണങ്ങല്ലരിൻ്റെ ആ ഒരു തേങ്ങാപ്പാലിലുള്ള പായസം. ഏതായാലും ഊണ് കഴിഞ്ഞ് പായസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.